ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഒരു അടിപൊളി മാങ്ങച്ചാർ റെഡിയാക്കുന്നത് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് തീ കത്തിക്കുക. അടുപ്പിൽ ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അച്ചാർ റെഡിയാക്കാൻ വേണ്ടി ആവശ്യത്തിന് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കണം. ഒരു 2 ദിവസം വരെയൊക്കെ ഉപ്പിലിട്ട് വെക്കണം. എങ്കിലേ അച്ചാർ ഇടാൻ നേരത്ത് നന്നായിട്ട് മാങ്ങയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഓയിൽ ചൂടായി. ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഇത്രയൊന്നും ഇടണം. ഇനി നമ്മൾ ചീനച്ചട്ടിയെ പതുക്കെ ഇറക്കി വയ്ക്കണം. കാരണം നമ്മൾ ഈ മാങ്ങ ഇടുമ്പോൾ മാങ്ങ കുറച്ച് വെന്ത് പോകും. അപ്പോൾ അത് കൊണ്ടാണ് നമ്മൾ ഇറക്കി വയ്ക്കേണ്ടത്. ഇനി ഇറക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ. ഇപ്പോൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ ഈർപ്പമൊന്നുമില്ല, വെള്ളത്തിൻ്റെ അംശമൊന്നും കൂടുതൽ പാടില്ല കേട്ടോ. നന്നായിട്ട് ഈർപ്പം കളഞ്ഞെടുത്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതാ എല്ലാ മാങ്ങയും ഇതിലിട്ടിട്ടുണ്ടേ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് തീ കത്തിച്ചിട്ട് അടുപ്പിൽ വയ്ക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യാനുസരണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ നമുക്ക് മുളക് പൊടിയുടെ അളവ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ എരിവ് കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതുപോലെ അച്ചാർ റെഡിയാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് ദിവസമൊക്കെ അത് ഇരിക്കുകയും ചെയ്യും ഈ അച്ചാർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ LG കായപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാങ്ങ വേവിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഇതേപോലെ അങ്ങനെ മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് ഇതുപോലെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കണം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് അച്ചാർ ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി കുറച്ച് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കണം. കടയിൽ നിന്നും അച്ചാറുകൾ വാങ്ങിച്ച് കഴിക്കാതെ ഇതുപോലെ വീട്ടിൽ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന അച്ചാർ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തയ്യാറാക്കുക. എൻ്റെ റിജോമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാർ. എൻ്റെ മക്കൾക്ക് ഞാൻ സ്കൂളിൽ ഇതുപോലെ തയ്യാറാക്കിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അച്ചാർ റെഡിയാക്കി കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, അമ്മ അച്ചാർ റെഡിയായോ എന്നൊക്കെ. വിനാഗിരി ഒന്നും ചേർക്കാതെ ഇതുപോലെ നാടൻ രീതിയിൽ അച്ചാർ തയ്യാറാക്കുന്നതാണ് നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഭരണിയിലാണ് കേട്ടോ ഈ അച്ചാർ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രണ്ട്സ്.